അനില പരാതിക്കാരിയാണല്ലോ. അനില പരാതി നൽകാനിടയായ സാഹചര്യം എന്താണ്? അനന്തു അറസ്റ്റിലായ ശേഷം നൽകിയ പരാതിയാണോ? എന്താണ് പറയാനാവുന്നത്? നമ്മൾ അനന്തു പരാതി അറസ്റ്റിലായ സമയത്ത് തന്നെയാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. അതിനു മുമ്പേ തന്നെ നമ്മൾ കുറേ തവണ പരാതി കൊടുക്കുന്നവരോട് പറഞ്ഞിരുന്നു. ഡിസംബർ 28-ന് ലാസ്റ്റ് വണ്ടി തരുമെന്ന് പറഞ്ഞു. അത് കണ്ടില്ല. ലാസ്റ്റ് അവർ ജനുവരി 3-ന് തരുമെന്ന് പറഞ്ഞു. അതും കിട്ടിയില്ല. പിറ്റേ ദിവസം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വെച്ച് നിൽക്കുന്ന ടൈമാണ് ഈ ഒരു വാർത്ത കണ്ടത്. എപ്പോഴാണ് ഈ 60,000 കൊടുത്തത്? പിന്നെ ഒരു 7 മാസത്തോളമായി. ഈ വിളിക്കുമ്പോൾ വണ്ടി തരാത്തതിൽ എന്താണ് പറഞ്ഞിരുന്ന മറുപടി? എന്താണ് അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു. അത് 100 ദിവസമാണ് നമുക്ക് ആദ്യം പറഞ്ഞ ടൈം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ അവർ പറയും ആ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി നോക്കണ്ട, 100 ദിവസം നിങ്ങൾ അതിനു മുമ്പേ നിങ്ങളോട് പറയുന്നില്ലേ, പിന്നെ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവർ നമ്മളോട് ഷൗട്ട് ചെയ്യും. ആരാണ് ഈ ഷൗട്ട് ചെയ്യുന്നത്? അനന്തകൃഷ്ണൻ നേരിട്ട് സംസാരിക്കാറുണ്ടോ അതോ അങ്ങനെ ഒരു വേറെ ആരെങ്കിലും? നമ്മളെ പ്രൊമോട്ടർ അല്ലല്ല നമ്മളെ കോർഡിനേറ്ററായ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴെവിടെയുണ്ട്? മോഹൻ സാർ. അദ്ദേഹം ഇപ്പോഴെവിടെയുണ്ട്? അവര് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ മോഹനെതിരെയാണ് പരാതി ഇപ്പം കൊടുക്കാൻ നിന്നത്. നമ്മൾ പ്രൊമോട്ടർമാർക്കും പിന്നെ കോർഡിനേറ്റർമാർക്കുമാണ് നമ്മൾ പരാതി കൊടുക്കാൻ പോയത്. അപ്പോൾ വളവട്ടം പോലീസ് സ്റ്റേഷനിൽ നമ്മളന്ന് പോയി അവർ പറഞ്ഞ് നമുക്ക് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, അവർ നിങ്ങളെപ്പോലെ നിരപരാധിയാണെന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അവർക്കാണ് പൈസ കൊടുത്തത്. നമുക്ക് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. അവരോട് പറയുമ്പോൾ അവർ പറയുന്നു. അല്ല, ഇതിന് തുടക്കമൊന്ന് പറയാമോ? അനില ഒറ്റയ്ക്കാണോ ഈ വാഹനം വാങ്ങാൻ തീരുമാനിച്ചത്, അതോ ഈ പ്രൊമോട്ടർ വന്ന് അനിലയെ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് ഒരു വ്യാപകമായ ഒരു പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആകർഷിക്കപ്പെട്ടത് എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുകയാണോ ഉണ്ടായത്, അതോ അനില അടക്കം ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് ഈ ഒരു പ്രോജക്റ്റിൽ ചേർന്നതാണോ? അല്ല, ഈ പ്രൊമോട്ടർ എന്നെ സമീപിച്ചതാണ്. ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് എന്നെ സമീപിച്ചത്. കുറേ ദിവസം വിളിച്ചിരുന്നു, എനിക്ക് ലാപ്ടോപ്പ് വേണോ? എനിക്ക് വേണ്ട, ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. കുറേ തവണ ചോദിച്ചു. എനിക്കിപ്പം വേണ്ട. എൻ്റെ വേറെ ആരോടക്കല്ലോ ഞാൻ ചോദിച്ചു, ലാപ്ടോപ്പ് ഇങ്ങനെ പകുതി പൈസ കൊടുക്കുന്നുണ്ട് വേണമെന്ന് കുറേ പേരോട് ഞാൻ ചോദിച്ചു, അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടു. അപ്പോൾ ആരും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു സ്കീം വന്നത്. 2 വീലർ പകുതി പൈസ കൊടുക്കുന്നുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അതും ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞത് കുറച്ച് ദിവസം. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞ് പകുതി പൈസക്കല്ലേ കിട്ടുന്നത്, എടുത്തുകൂടെ, എനിക്ക് ലാഭമാണ്, എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഫോട്ടോ അയച്ചു തന്നു. പിന്നെ അവരെ വണ്ടി കാണിച്ചു തന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് കിട്ടും, അത് തീർച്ചയാണ് ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വാക്കിലാണ് നമ്മളിത് കൊടുത്തത്. അനിലയുടെ നാട് എവിടെയാണ്? അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഓണക്കിറ്റ് കിട്ടി. എൻ്റെ നാട് അഴീക്കൽ. ശരി, പറഞ്ഞോളൂ. ഓണക്കിറ്റ് കിട്ടി, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്കൂൾ കിറ്റും കിട്ടി. 3000 രൂപയുടെ ഓണക്കിറ്റ് 1500 രൂപയ്ക്ക് അല്ലേ? 1500 രൂപക്ക് കിട്ടി. അത് കഴിഞ്ഞാണ് അതിനു മുമ്പിലാണ് സ്കൂൾ കിറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഓണക്കിറ്റ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിച്ചു. പിന്നെ കുറേ പേർക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ടൈലർ മെഷീൻ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടിയിട്ട് കണ്ടു. അപ്പോൾ അനിലയ്ക്ക് ഈ കിറ്റൊക്കെ ഇത്രയും പാതി വിലയ്ക്ക് കിട്ടുന്ന ഘട്ടത്തിൽ അനിലയും പലരോടും പറഞ്ഞു കാണും അല്ലേ, ചേരൂ, ഇത് നല്ലതാണ് എന്ന്? ഒരുപാട് ചേർന്നു. ഞാനും എൻ്റെ പിന്നെ സ്റ്റാഫിനോടും കുറേ ആൾക്കാരോട് പറഞ്ഞ് അവരെയൊക്കെ ചേർത്തു. അവരൊന്നും വലിയ സാധനമൊന്നും വാങ്ങിയിട്ടില്ല, ഈ ഓണക്കിറ്റും കാര്യങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. കുറേ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിന് പൈസ കൊടുത്ത അനില മാത്രമാണ്? വാഹനത്തിന് പൈസ ഞാൻ മാത്രമേ കൊടുത്തുള്ളൂ. ഇപ്പൊ പോലീസിൽ വാഷിംഗ് മെഷീനാണ് കൊടുത്തത്. ശരി, പോലീസിൽ എന്നാണ് പരാതി കൊടുത്തത്? നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ ആണ് കൊടുത്തത്. അന്ന് രാവിലെ മുതൽ നമ്മൾ കുറേ പേര്, ഒത്തിരി സ്ത്രീകൾ അവിടെ വന്നു. അവരെ കണ്ണീരൊന്നും കാണാൻ പറ്റില്ല, അത്രയും സങ്കടമായിപ്പോയി. നമ്മളവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ടും ഈ പോലീസുകാർക്ക് നമുക്കൊരു നീതിയും കിട്ടിയില്ല. അവർ നമ്മളെ വഴക്ക് പറയുന്നു, നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ? നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അവരോട്. അവരിങ്ങോട്ടേക്കാണ് പറയുന്നത്, നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര ഷൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മൺഡേ വീണ്ടും നമ്മൾ കുറേ പേര് പോയി. അത് അവരെ പ്രൊമോട്ടർമാരെയും അവരെയൊക്കെ വിളിക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്.
അപ്പോൾ അവരവിടെ എത്തിയില്ല. 11 മണിക്ക് അവർ എത്തേണ്ട സമയത്ത് അവരെത്തിയില്ല. നമ്മൾ 10 മണിക്ക് എല്ലാ സ്ത്രീകളും അവിടെ എത്തി. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ഈ പ്രൊമോട്ടർമാർ ആരും എത്തിയില്ല. നമ്മൾ പോലീസരോട് പറഞ്ഞു നിങ്ങൾ വിളിക്കുന്നു പറഞ്ഞിട്ടും അവർ വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ 12:30-1 മണിക്കാണ് പിന്നെ SP ഓഫീസിൽ പോയ മോഹൻ എന്ന് പറഞ്ഞവരും വേറൊരു ബാബു എന്ന് പറഞ്ഞവരും വേറൊരു അനുസരിച്ച് അവരുടെ പേരും അത്ര ഓർമ്മയില്ല, അവരും കൂടി വന്നത്. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള പ്രൊമോട്ടർമാരും കൂടി ഉണ്ട്, അവരും കൂടി വിളിച്ച് വരുത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പോലീസുകാരൻ വിളിച്ചപ്പോൾ ഒരു പ്രൊമോട്ടർ പറഞ്ഞു എനിക്ക് നടുവേദനയാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടു. രണ്ടാമത്തെ പ്രൊമോട്ടറെ വിളിച്ചെടുത്ത് അവർ സമ്മേളനത്തിൽ പോയിട്ടാണ് ഉള്ളത്. 8 മണിക്കെത്തുന്നു, അവരും വന്നില്ല. പിന്നെ ഒരു ലേഡീനെ വിളിച്ച സമയത്ത് അവർ രാവിലെ വിളിച്ചു. അപ്പോൾ അവൻ അവിടെ നിന്നെന്തോ പേടിച്ചിട്ട് നാട് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ പോയി, അവരും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 6:30 വരെ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ എന്താ പറയണ്ടത് ഭക്ഷണം വരെ കഴിക്കാണ്ടാണ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. അത്രയും നമുക്ക് പോലീസുകാർക്കൊന്നും ഒരു നീതിയും കിട്ടിയില്ല. അവർ നമ്മളോട് ഷൗട്ട് ചെയ്യുന്ന അവർക്കെതിരെ പിന്നെ പരാതി കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര ഷൗട്ടായി. ഇന്നിപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് പ്രൊമോട്ടർക്ക് ഇതിൽ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് അല്ലയുടെ വിശ്വാസം. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. അത് വെച്ചാൽ നമ്മൾ ഈ 5 മാസം മുമ്പിലേ പിന്നെ ഇന്നലത്തെ ഒരു ചാനലിൽ കേട്ടു ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം ഈ ഫെബ്രുവരി ജനുവരി മാസം വീണ്ടും നമുക്കൊരു സ്കീം വന്നത്, ഫോണിൻ്റെ ഒരു സ്കീം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് പ്രൊമോട്ടർമാരുടെ കയ്യിലാണ് ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അക്കൗണ്ടിൽ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ അക്കൗണ്ടിലല്ല ഇവർ ക്യാഷ് കൊടുത്ത് പ്രൊമോട്ടർമാരുടെ കയ്യിൽ ക്യാഷ് കൊടുത്തു. ആ പ്രൊമോട്ടർമാർ കോർഡിനേറ്ററായ മോഹൻ്റെ കയ്യിലാണ് ക്യാഷ് കൊടുത്തു. അവർ സീഡ് സൊസൈറ്റിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അടച്ചിട്ടൊരു റെസീറ്റ് ഇവർ കൈമേൽ കൊടുത്തു. അപ്പോൾ ഞാനതാ ചോദിക്കുന്നത്, ഈ 5 മാസം മുമ്പിലേ ഇവർ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർ വീണ്ടും ഇങ്ങനെയൊരു സ്കീം തന്നിട്ട് നമ്മൾ ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്തത്? ഇത് മൊത്തത്തിലൊരു പറ്റിക്കൽ തന്നെയാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം വന്നിട്ടുള്ളത്. ശരി, ഞാൻ വസീഫിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KM ആന്റണി കൊണ്ടാണ് വീണ്ടും ചെയ്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.